എം ഡി എയിൽ ഇപ്പം ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത സ്ഥിതിക്ക് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഡെഫിനറ്റ്ലി എം ഡി എയിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം നടന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ അഡ്മിഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ട് ലാസ്റ്റ് അവർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. പക്ഷെ അതിന് നല്ലൊരു റെമഡിയൽ മെഷറും എം ഡി എ ഗുർഗാവൺ എടുത്തിട്ടുണ്ടായിരുന്നു. കാണുന്ന ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എല്ലാ ബി സ്കൂൾസും ഇപ്പം ഒരു 500 സീറ്റ് ഉണ്ടെങ്കിൽ അവരൊരു 600-700 പേർക്ക് കുറച്ച് എക്സ്ട്രാ സീറ്റ്സിനും കൂടെ ഓഫർ കൊടുക്കും. അതിപ്പോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓവർ ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഇപ്പൊ ഒരു ഫ്ലൈറ്റിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ 150 പേർക്ക് അല്ലെങ്കിൽ 120 പേർക്ക് അവർ ടിക്കറ്റ് കൊടുക്കും. കാരണം ഒരു 10-20 പേര് ക്യാൻസൽ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനുണ്ട്. അതായിരുന്നു ഇവരും ചെയ്തത്. പക്ഷെ കഴിഞ്ഞ തവണ മാർക്കറ്റ് ഒക്കെ കുറച്ച് സ്ലോ ഡൗൺ ആയതുകൊണ്ട് കൂടുതലായിട്ട് ആൾക്കാർ സീറ്റ് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ സീറ്റ് അക്സെപ്റ്റ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് പേർക്ക് സീറ്റ് കൊടുക്കാൻ എം ഡി എ ഗുർഗാവണിന് പറ്റില്ല. അപ്പൊ എം ഡി എ ഗുർഗാവൺ പോലത്തെ ലെഗസി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പൊ ഞാൻ ഉൾപ്പെടെ ലിങ്ക്ഡിനിലൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത്യാവശ്യം നല്ല ട്രാക്ഷൻ ഒക്കെ കിട്ടി. പക്ഷെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഒന്ന്, ഇവരുടെ അലൂമിനി നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. കാരണം ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചത് ഒരുപാട് അവരുടെ പഴയ അലൂമിനീസ് ഒക്കെ, അത് ഞാൻ കുറച്ച് റൂഡായിട്ടായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടത്. പക്ഷെ എനിക്ക് ഒരുപാട് എം ഡിയുടെ അലൂമിനീസ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള രീതിയിൽ ഒരു അലിഗേഷൻ ചെയ്യരുത്, കാരണം ദിസ് ക്യാൻ ബി മിസ്റ്റേക്ക്, ആൻഡ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കറക്റ്റീവ് മെഷർ എം ഡി എ ഗുർഗാവൺ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അലൂമിനീസ് പെട്ടെന്ന് തന്നെ അലൂമിനി അസോസിയേഷൻ ഒക്കെ അതിൽ ഭയങ്കരമായിട്ട് ഇടപെട്ടു. ഓക്കെ. ആൻഡ് അവർ ചെയ്ത റെമഡി എന്താന്ന് പറഞ്ഞാൽ, ഈ ഐ ബി പ്രോഗ്രാമിനാണ് ഈ ഒരു പ്രോബ്ലം പറ്റിയത്. ആൻഡ് ഐ ബി പ്രോഗ്രാമിൽ ഉള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് അടുത്ത വർഷം കാറ്റ് എഴുതാതെ തന്നെ, ഒന്നുകൂടെ കാറ്റ് എഴുതാതെ തന്നെ തിരിച്ച് ഈ പ്രോഗ്രാമിലോട്ട് വരാം. ആൻഡ് ദേ ക്യാൻ ചൂസ് ദെയർ കോർ പ്രോഗ്രാം ഓർ ഐ ബി പ്രോഗ്രാം വിച്ച് എവർ ഈസ് റിക്വയർഡ്, അത് അവർക്ക് കൊടുക്കും എന്നുള്ളതായിരുന്നു ഓഫർ. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, അച്യുത, ഇത് കാരണം ഇത്തവണത്തെ സീറ്റിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്? ഒരു അപ്രോക്സിമേറ്റ് എത്ര സാധനം അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്? കാരണം കഴിഞ്ഞ വർഷത്തെ കുട്ടികളും കുറച്ചു പേർക്ക് ഇത്തവണ അഡ്മിഷൻ കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് എം ഡിക്ക് അപ്ലൈ ചെയ്യാതിരിക്കണം എന്നൊക്കെ പറയുന്ന കുറെ സാധനം ഞാൻ നെറ്റ് കണ്ടിരുന്നു. അതിനോട് എന്താണ് അച്യുതന് പറയാനുള്ളത്? എത്ര പേരങ്ങനെ ഉണ്ടാവും ഒരു ഗസ്റ്റിമേറ്റ് എടുത്താൽ? ഗസ്റ്റിമേറ്റ് ചെയ്യിപ്പിക്കണോ? ഇല്ലില്ല. സോ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി ലാസ്റ്റ് ഇയർ, ബട്ട് ദേ വർ ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ് പ്രിറ്റി വെൽ. അപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റുഡൻസിന് ഒരു ഡെഫേർഡ് അഡ്മിഷൻ എന്നുള്ള ഒരു പരിപാടി കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി they have a guaranteed admission next year to a course. അവർക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സിനോടുള്ളൊരു ഗ്യാരണ്ടി പോലെ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വൽ നമ്പർ ഐ എം നോട്ട് സോ ഷുവർ, ബട്ട് ഞാൻ പറഞ്ഞ പോലെ ബാച്ച് സൈസ് 600 ആണ് ഓൾറെഡി. സോ ഇപ്പൊ കോർ പ്രോഗ്രാം ആണെങ്കിലും 300+ ഉണ്ട്. സോ ഇതിപ്പോ ഒരു എത്ര സീറ്റ്സ് ഇങ്ങനെ റിസർവ് ആയി പോകുന്നൊരു നമ്പർ ആണെങ്കിലും ഐ തിങ്ക് വിൽ ബി ഡെഫിനറ്റ്ലി ലെസ് ദാൻ 100, അല്ലെങ്കിൽ ലെസ് ദാൻ അത്രയില്ല, ഒരു മാക്സിലാണ് ഞാൻ പറയുന്നത്. ലെസ് ദാൻ 100 അല്ലെങ്കിൽ ലെസ് ദാൻ 50 ആ റേഞ്ചിലേ പോകേണ്ട ആവശ്യമുള്ളൂ. ബിക്കോസ് കൃത്യ നമ്പർ അറിയില്ല, ബിക്കോസ് വെയിറ്റ് ലിസ്റ്റ് ഒരുപാട് മൂവ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടും. അപ്പോ ഈ ആദ്യം കിട്ടാത്ത പലർക്കും വെയിറ്റ് ലിസ്റ്റ് മൂവ്മെന്റ് കാരണം അത് കഴിഞ്ഞ് കോള് വന്നിരുന്നു. ബട്ട് അഗൈൻ അപ്പോഴേക്കും അവർക്ക് ഈ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് പലരും ആ എഫേർട്ട് എടുത്തു. അപ്പൊ ഇറ്റ് വാസ് എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് ഫോർ മെനി പീപ്പിൾ. ഇവർ ആദ്യമേ അത് ലോഞ്ച് ചെയ്ത കാരണം പലരും ഇനി അടുത്ത വർഷം വേണമെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ദേ കൻ ഗിവ് കാറ്റ് അഗൈൻ, മേ ബി ട്രൈ ഫോർ ഈവൻ IIM ബ്ലാക്കീസ്, ഓർ ഇഫ് നോട്ട് ദേ ഹാവ് എ വെരി ഗുഡ് ബാക്കപ്പ്. അപ്പോ കുറച്ച് കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ആ ഡെഫേർഡ് അഡ്മിഷൻ ഉണ്ടാവും. ബട്ട് ബാച്ച് സൈസ് ഇത്ര അധികം ആയതുകൊണ്ട്, ബിക്കോസ് യു ഹാവ് 300 സീറ്റ്സ് അല്ലെങ്കിൽ 600 സീറ്റ്സിലേക്കുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട്, കുറച്ച് സീറ്റ്സ് പോയാലും യു സ്റ്റിൽ ഹാവ് ഒരു ലാർജ് പൂൾ ഓഫ് സീറ്റ്സ് ഉണ്ട് ടു എയിം അറ്റ്. അപ്പൊ അതുകൊണ്ട് മാത്രം ഒരു കോളേജ് ഒഴിവാക്കേണ്ട അത്രയും പ്രശ്നമൊന്നുമില്ല. ആൻഡ് ദേ മൈറ്റ് ഈവൻ ഇൻക്രീസ് സീറ്റ് ഇൻടേക്ക്. അത് ഇപ്പൊ ക്ലാരിറ്റി ഇല്ല. അവർക്കും അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവരും ഇൻക്രീസ് ചെയ്യുമായിരിക്കും ബാച്ച് സൈസ്. അപ്പൊ അതും ഇറ്റ്സ് നോട്ട് ക്ലിയർ.